വുദൂഇനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ പല ദുആകളും ദിക്റുകളും ഇന്ന് സമൂഹം ചൊല്ലി വരുന്നുണ്ട്. അതിൽ കല്ലും നെല്ലും വേർതിരിച്ച് യഥാർത്ഥത്തിൽ എന്താണ് അതിൽ ചൊല്ലേണ്ടത് എന്നതാണ് ഒരല്പനേരം നമുക്ക് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുവാനുള്ളത്. വുദൂഇൻ്റെ തുടക്കത്തിൽ പറയാനുള്ളതായി ബിസ്മില്ലാഹ് എന്നുള്ളതല്ലാത്ത മറ്റൊന്നും സ്വഹീഹായ ഒരൊറ്റ ഹദീസിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വുദൂഅ് ആരംഭിക്കുന്ന വേളയിൽ ബിസ്മില്ലാഹ് എന്ന് പറയുകയാണ് വേണ്ടത്. നിയ്യത്ത് ഏത് കർമ്മത്തിനും വേണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. എന്നാൽ അതും ഒരു ചൊല്ലിപ്പറയുന്ന രീതി സമൂഹത്തിൽ കണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നബിചര്യയിൽ ഇല്ലാത്ത കാര്യമാണ്. മനസ്സിലാണ് നിയ്യത്തിൻ്റെ സ്ഥാനം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വുദൂഅ് ആരംഭിക്കേണ്ടത്. എന്നാൽ ചില ആളുകളൊക്കെ വുദൂഅ് ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പിന്നീട് 2 ഷഹാദത്ത് കലിമകൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നിങ്ങനെയുള്ള ചില ദിക്റുകളും ചൊല്ലി വരാറുണ്ട്. എന്താ ഇപ്പം ഇതിനൊക്കെ അർത്ഥത്തിൽ വല്ല തകരാറുണ്ടോ? 2 ഷഹാദത്ത് കലിമയല്ലേ ചൊല്ലുന്നത്, അഊദു അല്ലേ ചൊല്ലുന്നത്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ജഅൽനി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ, വെള്ളത്തെ ശുദ്ധീകരണ വസ്തുവാക്കി നിശ്ചയിച്ചു വന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്നല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം. അങ്ങനെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ കഴുകുമ്പോഴും ഇങ്ങനെ അഷ്ഹദു അഷ്ഹദു എന്നിങ്ങനെ പറഞ്ഞ് ഈ ഷഹാദത്ത് കലിമകൾ ആവർത്തിക്കുന്ന കുറേ ആളുകളെ കാണാൻ സാധിക്കും. വേറെ ചില ആളുകൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ പുണ്യകരമാണെന്ന് പറഞ്ഞവരും എഴുതിവിട്ടവരും ഉണ്ട്. മുഖം കഴുകുന്ന വേളയിൽ എൻ്റെ മുഖത്തെ പരലോകത്ത് വെച്ച് നീ അത് വെളുപ്പിക്കണേ എന്ന് പറയുന്ന ആളുകൾ, പ്രകാശം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, കൈ കഴുകുന്ന വേളയിൽ നാളെ മഹ്ശറിൽ എനിക്ക് വലത് കൈയിൽ എൻ്റെ ഗ്രന്ഥം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ കാല് കഴുകുന്ന വേളയിൽ സിറാത്തിൽ എൻ്റെ കാലിനെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇങ്ങനെ വായിൽ വെള്ളം കുപ്പിളിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും തല തടവുമ്പോഴും ഒക്കെ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ പറയൽ പുണ്യകരമാണെന്ന് പഠിപ്പിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ സഹോദരങ്ങളെ, അവയ്ക്കൊന്നും നബിചര്യയിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇതൊക്കെ പറയുമ്പോൾ പലരും പറയും, ഒരഊദു ചൊല്ലിയാൽ അല്ലെങ്കിൽ ഷഹാദത്ത് കലിമകൾ ഉരുവിട്ടാൽ അല്ലെങ്കിൽ നല്ല നല്ല അർത്ഥമുള്ള പ്രാർത്ഥനകളൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടൊരു നഷ്ടം വരാനുള്ളത്? മൗലൈമാരെ, നിങ്ങളെന്തിനാണ് ഈ നന്മകൾ മുടക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്നവരിലും ഉണ്ടായേക്കാം. അവർ പല കമൻറ്റുകളും എഴുതിയേക്കാം. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ ഒരു നന്മ ഏതാണെന്ന് തീരുമാനിക്കേണ്ട അധികാരം എനിക്കോ നിങ്ങൾക്കോ അല്ല ഉള്ളത്. അത് ശറഇൽ നിശ്ചയിക്കേണ്ടത് അല്ലാഹുവാണ്. അതവൻ്റെ റസൂലിനെ അവൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകും. നബി തങ്ങൾക്ക് വിവരമില്ലാത്ത, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം നല്ലതല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് നമ്മൾ അങ്ങോട്ട് ദീന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അവർക്ക് നല്ലതല്ല, അല്ലെങ്കിൽ അവർക്കൊന്നും നല്ലത് മനസ്സിലായില്ല എന്നുള്ളതല്ലേ അതിൻ്റെ മറുവാക്കായിക്കൊണ്ട് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ദുആകൾ ഈ അവസരങ്ങളിലൊന്നും നമുക്ക് പറയേണ്ടതില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതൊക്കെ നന്മ മുടക്കലായി ചിത്രീകരിക്കുന്നവരോട് വളരെ സ്നേഹത്തോടെ ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാന്യരായ പല പണ്ഡിതന്മാർ, ഇപ്പം ഷാഫിഈ മദ്ഹബിൽ തന്നെ 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന
മഹാപണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തൻ്റെ സുപ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ മിൻഹാജു ത്വാലിബീനിൽ വളരെ കൃത്യമായി വുളൂഇനെ സംബന്ധിച്ച് പറയുന്നിടത്തും ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, വഹദഫ്തു ദുആ അൽ അഅ്ളാഇ, വുളൂഇൽ അവയവങ്ങൾ കഴുകുന്ന വേളയിലുള്ള ദുആകളെ ഞാൻ എൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു. തുടക്കത്തിൽ ആമുഖത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള നയം അദ്ദേഹം പറയുന്ന കൂട്ടത്തിലാണ് പറയുന്നത്. ദുആ അവയവങ്ങൾ, ഓരോ അവയവങ്ങൾ കഴുകുന്ന വേളയിലുള്ള ദുആകൾ പലരും പലയിടത്തും എഴുതി കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ കിതാബിൽ ഞാൻ അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തേ കാരണം? ഇത് ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അഥവാ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ പഠിപ്പിച്ചു തരേണ്ടത്. അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന സഹീഹായ ഒരൊറ്റ ഹദീസിലും അതൊന്നും സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ മറുവാദം ഉന്നയിക്കുന്ന ആളുകൾ ചിന്തിക്കുക, നവവി ഇമാം നന്മ മുടക്കിയാണോ? എന്താണിപ്പോൾ ഒരു അവയവങ്ങൾ കഴുകുന്ന വേളയിൽ വളരെ അർത്ഥവത്തായ നല്ല ആശയങ്ങളുള്ള ദുആയാണ് ഓരോ അവയവം കഴുകുന്ന വേളയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വേണ്ടെന്ന് വെച്ചത്? ആ നന്മ ജനങ്ങൾക്ക് മുടക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് നബിചര്യയിൽ സ്ഥിരപ്പെട്ടു വരാത്തൊരു കാര്യത്തെ ആളുകൾ ഒരു പുണ്യകർമ്മമായി കൊണ്ട് നടന്ന് ഒരു ബിദ്അത്ത് ചെയ്യരുത് എന്ന നിലക്ക് തന്നെയാണ് അദ്ദേഹം ആ അഭിപ്രായം രേഖപ്പെടുത്തി വെച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള ദിക്റുകളോ ദുആകളോ ഒന്നും വുളൂഇന്റെ ഇടയിലോ അല്ലെങ്കിൽ മുമ്പോ ഇല്ല. ഇനി സുന്നത്തിൽ സ്ഥിരപ്പെട്ടതെന്താണ്? വുളൂ നിർവഹിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വുളൂ എടുക്കുകയും സമ്പൂർണമായി നിലക്ക് വുളൂ പൂർത്തിയാക്കുകയും പിന്നീട് അതിൻ്റെ ശേഷം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ആ ഷഹാദത്ത് ആരെങ്കിലും പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, അവന് വേണ്ടി സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടാതിരിക്കില്ല. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, ഏതിലൂടെ വേണമെങ്കിലും അവന് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ആ ദിക്ർ സ്ഥിരപ്പെട്ടതാണ്. ഇമാം തിർമിദിയുടെ ഹദീസിൽ അദ്ദേഹം ഇപ്രകാരം കൂടി നബി തങ്ങളിൽ നിന്ന് വാക്കായി കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീൻ, അല്ലാഹുവേ നീ എന്നെ ഏറെ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ ചേർക്കണമേ. വമിനൽ മുതതഹിരീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീൻ, ശുദ്ധി പാലിക്കുന്നവരുടെ കൂട്ടത്തിലും നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന അർത്ഥം വരുന്ന ദുആയും അതും സ്ഥിരപ്പെട്ടു വന്നതാണ്. അതും നമുക്കതിൻ്റെ കൂടെ ചേർത്ത് ചൊല്ലാവുന്നതാണ്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടിൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, അല്ലാഹുവേ നീ മഹാപരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നീയല്ലാതെ ഒരാരാധ്യനില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ആ ദിക്റും ചേർത്ത് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് വുളൂഇന്റെ ശേഷം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദിക്റുകൾ. എന്നാൽ അവിടെയും ചിലർ വുളൂഇന്റെ ശേഷം സൂറത്തുൽ ഖദ്ർ 3 തവണ പാരായണം ചെയ്യണം എന്ന് എഴുതി പിടിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന ആ അധ്യായം ആരെങ്കിലും 3 തവണ പറഞ്ഞാൽ, എന്നിട്ട് അതിന് ചില പോരിശകളും അവർ പറയുന്നത് കേൾക്കാറുണ്ട്. ആരെങ്കിലും വുളൂ എടുത്തതിൻ്റെ ശേഷം സൂറത്തുൽ ഖദ്ർ 1 തവണ പാരായണം ചെയ്താൽ അവൻ സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തപ്പെടുക എന്ന്. 2 തവണ പാരായണം ചെയ്താൽ അവൻ ശുഹദാക്കളുടെ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടും എന്ന് എഴുതി വച്ചവരുണ്ട്. 3 തവണ പാരായണം ചെയ്താൽ
അമ്പിയാക്കളോടൊപ്പം അവൻ്റെ മഹ്ശറിൽ സ്ഥാനം, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പദവി അവനുണ്ടാകും എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതൊന്നും അടിസ്ഥാനമില്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ആളുകൾ ചോദിക്കും, വുളൂഇന്റെ ശേഷം ഒരു സൂറത്തുൽ ഖദർ ഓതിയാൽ എന്താ? വലിയ വലിയ പണ്ഡിതന്മാരക്കാരുടെ കിതാബിൽ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ വേണമെങ്കിൽ കൂട്ടത്തിൽ ചോദിക്കും. ആര് പറഞ്ഞാലും ശരി, നമ്മൾ മനസ്സിലാക്കുക, പ്രമാണത്തിലില്ലാത്ത കാര്യം പുണ്യകർമ്മമായി നിശ്ചയിക്കുവാൻ ഇവിടെ ആർക്കും അധികാരമില്ല. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതത്തിൻ്റെ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാചകമാണ്. ആ വാചകത്തെ ബഹുമാനിക്കലും ആ ആശയത്തെ പിൻപറ്റലും അവിടുത്തോട് മഹബ്ബത്ത് വെക്കലും അവിടുന്ന് ചെയ്തത് ചെയ്യലും ചെയ്യാത്തതിനെ ഉപേക്ഷിക്കലും നമ്മുടെയും കടമയാണ്. ആ അർത്ഥത്തിൽ വുളൂഉമായി ബന്ധപ്പെട്ട ദിക്റുകളെയും നമ്മൾ മനസ്സിലാക്കുകയും പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അസത്യങ്ങളെ അസത്യങ്ങളായി തന്നെ കണ്ട് ഉപേക്ഷിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.